പെർഫ്യൂമിസ്റ്റയുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് നമ്മളെല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ചങ്കളെ, അപ്പോൾ ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഞാൻ കൊണ്ടുവരുന്ന ഒരു പുലിയാണ്. പുലി എന്ന് പറഞ്ഞ പോലെ ഒരു പുലി. ഇവൻ CK ഒബ്സഷൻ, കാൽവിൻ ക്ലൈൻ ഒബ്സഷൻ ഫോർ മെൻ. ഈ ഒരു പെർഫ്യൂമിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇത് പൂച്ച, പുലി, കടുവ, സിംഹം എന്നിങ്ങനെയുള്ള മാർജാരവംശത്തെ ഒരുപാട് ആകർഷിക്കുന്ന എന്തോ ഒരു പ്രത്യേകത അടങ്ങിയിട്ടുള്ളൊരു പെർഫ്യൂമാണ് CK ഒബ്സഷൻ. ഇവൻ്റെ DNA അടങ്ങിയിട്ടുള്ള ഒരു പ്രത്യേക തരം കണ്ടൻറ്റ് ഇത്തരം വൈൽഡ് ആനിമൽസിനെ വളരെയധികം ആകർഷിക്കുന്നതായിട്ട് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. യൂട്യൂബിലോ ഇൻ്റർനെറ്റിലോ നിങ്ങൾക്കൊരു പക്ഷേ സെർച്ച് ചെയ്താൽ ഇതിനുള്ള ഒരുപാട് തെളിവുകൾ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും. ഒരുപാട് പെർഫ്യൂമുകളെ പറ്റി നമ്മൾ പഠിച്ചിട്ടും അറിഞ്ഞിട്ടുണ്ടെങ്കിലും ഇത്തരം ഒരു പെർഫ്യൂം എൻ്റെ ലൈഫിൽ ആദ്യമാണ്. 1986 ലോഞ്ച് ചെയ്ത കാൽവിൻ ക്ലൈൻ CK ഒബ്സഷൻ അല്പം വാം ആൻഡ് സ്പൈസി ബോൾഡ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ഒരു പെർഫ്യൂമാണ്. എന്തുകൊണ്ടോ ഈ ഒരു പെർഫ്യൂമിൻ്റെ DNA അടങ്ങിയിട്ടുള്ള കണ്ടൻറ്റുകൾ ഇത്തരം വൈൽഡ് ആനിമൽസിനെ ആകർഷിക്കുന്നു എന്നുള്ള ഒരു അറിവ് എനിക്ക് തീർത്തും പുതിയൊരു അനുഭവമായിരുന്നു. 1986 ലോഞ്ച് ആയിട്ടുള്ളൊരു പെർഫ്യൂം ആണെങ്കിൽ തന്നെയും CK ഒബ്സഷൻ ഇപ്പോഴും വളരെയധികം ആവശ്യക്കാരേറെയാണ്. മനുഷ്യമൃഗാദികളെ ഒരുപോലെ ആകർഷിക്കുന്ന എന്തോ ഒരു പ്രത്യേകത CK ഒബ്സഷൻ്റെ DNA അടങ്ങിയിട്ടുണ്ടെന്നുള്ളത് തീർച്ചയാണ്. വൈൽഡ് ലൈഫ് റിസർച്ചേഴ്സ് അവരുടെ ക്യാമറകളിലേക്ക് ഇത്തരം മൃഗങ്ങളെ ആകർഷിക്കാൻ വേണ്ടി അവരുടെ ക്യാമറകളിൽ ഇത്തരം പെർഫ്യൂമുകൾ യൂസ് ചെയ്യുന്നതായിട്ട് ഒരുപാട് വീഡിയോസും ഒരുപാട് പഠനങ്ങളും നമ്മളെ ഇൻ്റർനെറ്റുകളിൽ അവൈലബിൾ ആണ്. ഒരുപക്ഷെ നിങ്ങളിൽ പലർക്കും ഇതറിയാമായിരുന്നിരിക്കും, പക്ഷേ എനിക്ക് തീർത്തും ഇതൊരു പുതിയൊരു അറിവായിരുന്നു. ഇത്രയും സ്മെൽ സെൻസിറ്റീവ് ആയിട്ടുള്ള അത്തരം മൃഗങ്ങൾ പോലും ഇഷ്ടപ്പെടുന്ന ഇങ്ങനെയുള്ള ഒരു ഫ്രാഗ്രൻസ് ഒരിക്കലെങ്കിലും ഒന്ന് നമ്മൾ ഉപയോഗിച്ച് നോക്കണ്ടായിട്ടുള്ളതല്ലേ. ഓക്കെ, അപ്പോൾ എപ്പോഴെങ്കിലും അവസരം കിട്ടുകയാണെങ്കിൽ വല്ല സൂവിലൊക്കെ പോകുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. Okay.